ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഖസാക്ക് ബെഞ്ചാലി. ജീവിതത്തിൽ മഹാവിജയങ്ങൾ സ്വന്തമാക്കാൻ വേണ്ട ഒരു സൂത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തിനേയും നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വലിയ സൂത്രം. മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നതിന് മുൻപ് ഇത് ചെയ്താൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നുവെങ്കിൽ, ഡെയിലി ചെയ്യുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. എന്താണെന്നല്ലേ, നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ്, എല്ലാം കഴിഞ്ഞുറങ്ങുന്നതിന് മുൻപ് ആദ്യമായിട്ട് സ്റ്റെപ്പ് 1, മനസ്സിനെ ശാന്തമാക്കുക. ശാന്തമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല മെത്തേഡുകൾ ഉപയോഗിക്കാം. ഉറങ്ങാൻ വേണ്ടിയിട്ട് മനസ്സിനെ ശാന്തമാക്കുക. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞ് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പേർപ്പസ്. അതിന് മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ശാന്തമായിട്ടിരുന്നു കൊണ്ട് നിങ്ങളുടെ ചുറ്റുഭാഗങ്ങളെ ശ്രദ്ധിക്കുന്നത് വഴിയൊക്കെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും. മനസ്സിനെ ശാന്തമാക്കുക. മനസ്സിനെ ശാന്തമാക്കിയതിന് ശേഷം ഉറങ്ങാൻ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആ ദിവസം നിങ്ങൾക്കുണ്ടായ മഹത്തായ ഒത്തിരി അനുഭവങ്ങളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് സൃഷ്ടിക്കുക. മറ്റൊന്നുമല്ല, രാവിലെ നമ്മൾ എഴുന്നേറ്റു, നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ടായിരുന്നു, കുളിക്കാൻ വെള്ളമുണ്ടായിരുന്നു, ധരിക്കാൻ വസ്ത്രമുണ്ടായിരുന്നു, കൺമുമ്പിൽ കാണാൻ ഭാര്യയുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു. ബസ്സിലേക്ക് നിങ്ങൾ കയറാൻ പോയപ്പോൾ നിങ്ങൾക്ക് ബസ് ലഭിച്ചു, നിങ്ങൾ സുഖപ്രദമായിട്ടാണ് യാത്ര ചെയ്തത്. ബസ്സിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി. ജോലിസ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിങ്ങളോട് 4 പേര് ചീത്ത പറഞ്ഞെങ്കിലും 2 പേരെങ്കിലും സ്നേഹപൂർവ്വം നിങ്ങളോട് പെരുമാറാനുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നിങ്ങൾ ഫുഡ് കഴിച്ചു. എത്രയോ ആളുകളുടെ എഫേർട്ടിൻ്റെ ഫലമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. നിങ്ങൾ തിരിച്ച് ചായ കുടിച്ചു. അങ്ങനെ ഓരോ ദിവസം നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ ധാരാളം അനുഗ്രഹങ്ങൾ, എത്രയൊക്കെ പ്രശ്നങ്ങൾക്ക് നടുവിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് എണ്ണിത്തീർക്കാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാവും. ഇല്ലേ? ഉണ്ടാകും. നിങ്ങൾക്ക് ആ ദിവസമുണ്ടായ അനുഗ്രഹങ്ങൾ, നിങ്ങളോട് പുഞ്ചിരിച്ചവർ എത്ര പേരാണ് നിങ്ങളെ സൗകര്യപ്പെടുത്തിയത്? നിങ്ങൾ ഒരു കടയിലേക്ക് കയറി ചെന്നപ്പോൾ കടയിൽ സാധനം എടുത്തു തന്നു. ശരിക്കും നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ലേ കട തുറന്നു വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും. നിങ്ങൾ ഹോട്ടലിലേക്ക് കയറി ചെന്നപ്പോൾ നിങ്ങളവിടെ ഫുഡ് കിട്ടി, നിങ്ങൾക്ക് ഭക്ഷണമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി, നിങ്ങളെ വിശപ്പകറ്റാൻ വേണ്ടി അവിടെ ഭക്ഷണം തയ്യാറായിരുന്നു. നിങ്ങൾക്ക് ഭക്ഷണം റെഡി അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. സോ യു ആർ ഗ്രേറ്റ്ഫുൾ ടുഡേ. യു ആർ മച്ച് ഗ്രേറ്റ്ഫുൾ ടുഡേ ആൻഡ് യു ആർ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ദാറ്റ് ഡേ. ഇങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മഹാ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എണ്ണി നോക്കുക. എന്നിട്ട് അതിന് പ്രപഞ്ചത്തോട്, ദൈവത്തോട് നിങ്ങൾ എന്തിനാണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തോട് നന്ദി പറയുക. അകമഴിഞ്ഞ് ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ആ ഗ്രാറ്റിറ്റ്യൂഡ്, ആ നന്ദി നിങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറഞ്ഞിട്ട് നിങ്ങൾ ജീവിതത്തിലൊരു പർപ്പസുള്ള വ്യക്തിയാവും. നിങ്ങൾക്കൊരു ലക്ഷ്യമുള്ള വ്യക്തിയാവും. ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജ് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നിങ്ങൾ നേടുന്നതായിട്ടും നേടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് അനുഭവിക്കുന്നതായിട്ടും ഫീൽ ചെയ്തുകൊണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കിടക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്നിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. എന്നിലേക്ക് എൻ്റെ സ്വപ്നം പൂവണിയാൻ വേണ്ട സാഹചര്യങ്ങൾ, വ്യക്തികൾ, അവസരങ്ങളെല്ലാം എന്നിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഞാനതെല്ലാം സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് അഫർമേഷൻ, സെൽഫ് ടോക്കും പറഞ്ഞുകൊണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കിടക്കുക. മനസ്സ് ശാന്തമാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി വളരെ ഫീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് കിടക്കുന്നതെങ്കിൽ, അഫർമേഷൻ പറയുന്നുവെങ്കിൽ, ആ മുഴുവൻ സമയങ്ങളിൽ നിങ്ങളുടെ ബോഡി പോസിറ്റീവായിട്ടുള്ള വൈബുകൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ഉറങ്ങാൻ കഴിയുകയും നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എപ്പോഴും ഉണർന്നിരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ അവസാനമായിട്ട് നന്ദി പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്
നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യം സൃഷ്ടിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം, നിങ്ങൾ അഫർമേഷൻ പറഞ്ഞതിൻ്റെ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം ആയിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഉറക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ ബോധമനസ്സിനെ ഉറക്കിക്കൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തിക്കൊണ്ട് ബോധമനസ്സിൻ്റെ എല്ലാ റെസിസ്റ്റൻസുകളും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം സ്വന്തമാക്കാൻ, അത്ഭുതങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഉറങ്ങുന്നതിന് മുൻപുള്ള എക്സസൈസസ്. ഉറങ്ങുന്നതിന് മുൻപ് 5 മിനിറ്റ് നിങ്ങളത് ചെയ്താൽ മതി. ഈ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മഹാത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങൾക്ക് കൗൺസിലിംഗ് പോലുള്ള സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കൗൺസിലിംഗ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബിൻ്റെ റെഡ് ബട്ടൺ അമർത്തുക. എപ്പോഴും പുതിയ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് പോസിറ്റീവായിരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയിൽ ഭാഗമാകണമെങ്കിൽ, ബെഞ്ചാലി ലൈഫിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു. ഒരിക്കൽ കൂടി ഞാൻ ഖസാക്ക് ബെഞ്ചാലി.